അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നിപ്പോൾ എന്തൊക്കെയാണ് ചായക്ക് കടി, ചോറ്റക്ക് എന്താ കൂട്ടാനെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾ കണ്ടു നോക്കിട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണിട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ച് വരട്ടെ. അപ്പോഴത്തേന് നമ്മൾ കുക്കറിലുണ്ടല്ലോ ഒരു 4-5 മുട്ട പീങ്ങി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുറച്ച് വെള്ളം പാർന്നിക്കണേ. അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങുമ്പോഴാണെങ്കിലും പിന്നെ പൊരിച്ചാണെങ്കിലൊക്കെ നമ്മൾ മുട്ട കേകിക്കാണ്ട് മാണിട്ടെടുക്കുക. ചിലപ്പോൾ നമ്മൾ ഈ മുട്ടയൊക്കെ പീങ്ങുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പോൾ പൊട്ടും. അപ്പോൾ ഇപ്പോൾ ആ മുട്ടമലൊക്കെ വല്ല കൊയ്ക്കാട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ പൊട്ടി കറക്കണ മുട്ടമലൊക്കെ ആവുമൊക്കെ ചോദിച്ചൂലേ. അപ്പോൾ മുട്ട കേകി എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ കേകിയിട്ട് ഞാൻ ഗ്യാസുമേ വെച്ചിക്കണേ. എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വേകട്ടെ. കുക്കറിലാകുമ്പോൾ എന്താണ് ഒറ്റ വിസിൽ അടിച്ചോട് കൂടി നമ്മളെ മുട്ട വേവ് കൂട്ടാം. അപ്പം നമ്മൾ പൊടിപ്പിച്ച് കൊടുന്നീനെ നമ്മളെ ഗോതമ്പ് ഉണ്ടായിനല്ലോ അത് വെച്ചിട്ട് നമ്മൾ ഇതുവരെ ചപ്പാത്തി ഒന്നും ചുട്ടിട്ടില്ലേനി. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചപ്പാത്തിക്ക് മാവൊക്കെ ഞാൻ ഒന്ന് തരിച്ചെടുത്തിക്കണേ. മാവല്ല നമ്മളെ പൊടി ഉണ്ടല്ലോ അരിച്ചെടുത്തിക്കണം കേട്ടോ. എന്നിട്ട് തരിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് കജ്ജോണ്ട് നല്ലോണം ഒന്ന് കുഴച്ച് എടുത്തുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ എല്ലായിടത്തും ആകാനാണ്. അപ്പോൾ നമുക്കിന്ന് ചപ്പാത്തിക്ക് എന്താ കൂട്ടാന്ന് വെച്ചാൽ ഉള്ളിക്കൂട്ടാനും അതേമാതിരി ഉള്ളിക്കൂട്ടാൻ മുട്ട റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ മുട്ട ഇട്ടാൽ മുട്ട റോസ്റ്റ്, വെറും ഉള്ളി എടുത്താണെങ്കിൽ ഉള്ളിക്കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് മുട്ട റോസ്റ്റാണ് കേട്ടോ. മുട്ട ഇട്ടുകാണ്ട് മുട്ട റോസ്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ തോല് പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചപ്പാത്തി പൊടി കൊടുന്നിട്ട് നമ്മൾ ഇതുവരെയും ചുട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഒന്ന് ചുട്ടൊക്കെ ഇടണല്ലോ. എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. നമ്മൾ പിടിയിൽ നിന്ന് അങ്ങനെ പൊടിയിലെക്കാട്ടും നല്ലത് ഇക്കാലം നമ്മൾ പൊടിപ്പിച്ച് ഉണ്ടാക്കിയാലും. അപ്പോൾ നമ്മളെ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ എന്തായിട്ട് ഒരു പാട്ടിയിലെടുത്തിട്ട് നമ്മളെ പൊടിക്ക് ഒന്ന് പാർന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചീച്ച പാർന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇഞ്ചൊരു കമ്മട്ടത്തിന് ഞാനൊന്ന് പാർന്ന് കൊടുത്തേക്കണേ. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് വേണം വെച്ചെങ്കിൽ പിന്നെയും പാർന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിക്ക് ചായപ്പൊടിയും പഞ്ചാരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ള വെള്ളത്തേക്ക്. എന്നിട്ട് പിന്നെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഏറി കഴിഞ്ഞാൽ പിന്നെയും ഇങ്ങനെ പൊടി ഇട്ട് കണ്ട് നമ്മളിങ്ങനെ പൊടി നീട്ടി കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ പൊടിയും കൂടുതലേക്കാരം ചപ്പാത്തിയും കൂടുതലേക്കാരം പിന്നെ ആർക്കും മടിയും വരില്ല. പിന്നെ മൂലക്കടേണ്ടി വരും. അപ്പോൾ കുറച്ചീച്ച വെള്ളം പാർന്നിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ ഞാനൊന്ന് വെള്ളം പാകം നോക്കിയതാണ്. ഇഞ്ച കജ്ജ് നല്ലോണം പൊള്ളിട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ എന്താട്ടി ഒന്നുകൂടി ഇളക്കിയിട്ടാണ് ആ ചൂടൊക്കെ ഒന്ന് പോയതിൻ്റെ ശേഷം ഞാൻ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പാർന്ന വെള്ളം നല്ല പാകേനി കേട്ടോ. അപ്പം ഞാനൊരു കമ്മട്ടത്തിനാണ് പോരും. അതൊറ്റ പാകമാവും ചേച്ചു. ചിലപ്പോൾ ഏറും ചേച്ചു കേട്ടോ. ഏറിക്കഴിഞ്ഞാൽ പിന്നെ ഈ പലമ്മ പരത്തിയാണ്ട് കിട്ടൂല. ഈ മുട്ടി പിടിച്ചുകൊണ്ടൊക്കെ ആകുമ്പോണ്ടല്ലോ തലപ്പിരാന്ത് വരും. പിന്നെ അങ്ങനെ പൊടിയിട്ട് നീട്ടിയിട്ട് അപ്പോൾ പിന്നെ ചപ്പാത്തി ബാക്കിയേക്കാരം. അപ്പം ഞാൻ എന്താട്ടെന്ന് പറയാം, കുറേ ഉണ്ടെങ്കിൽ പിന്നെ പിറ്റേന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കണ്ടോ പാത്തക്കലാണ് കേട്ടോ. കുറേ ചപ്പാത്തിയൊക്കെ ചുട്ട് വെച്ചാൽ പിന്നെ മൂലൊക്കെ കറക്കേണ്ടി വരും. ആർക്കും വേണ്ടി വരില്ല. പിന്നെ ഞാൻ തന്നെ വൈകുന്നേരം ആകുമ്പോഴൊക്കെ അങ്ങനെ തിന്നയിച്ചേണ്ടി വരും. അപ്പോൾ പിന്നെ കണക്കാക്കിയിട്ട് അപ്പോൾ ഒന്ന് ചുടണം കേട്ടോ. അങ്ങനെ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞാണ്. അപ്പോൾ ഒന്ന് കുറച്ച് ചപ്പാത്തിയെ ഞാൻ ചുടണുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്യാസുമ്മേലാണ് കേട്ടോ ഒന്ന് ചുടുന്നത്. കുറച്ചെന്നെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഗ്യാസുമ്മേ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഉള്ളിക്കൂട്ടാൻ ഉണ്ടാക്കിയെടുക്കണം. അതിന് നമുക്ക് എന്താട്ടണം, മറ്റേ അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞിക്കണം കേട്ടോ. അതിൽ നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഉള്ളി വാടി വന്നിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിന് കേട്ടോ. പിന്നെ തക്കാളിയും തന്നെ ഇട്ട് കൊടുത്തേക്കണേ. ഇനി നല്ലോണം ഒന്ന് വാടട്ടെ. നമുക്ക് പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ കാരണം വെച്ചാൽ കുറച്ച് തൂമിച്ചോറ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിനി. അപ്പോൾ അത് വെച്ചിട്ട് തൂമിച്ചോറ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുക്കണം കേട്ടോ. പിന്നെ നല്ലോണം ഇളക്കി കൊടുത്തുക്കണം. അപ്പോൾ നമ്മൾ തൂമിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഇതാക്കണം. നെജ്ജ് ഒഴിച്ചിക്കണേ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും പറന്നിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണേ. ഇപ്പം തൂമിച്ചോറ് കിട്ടിയാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. പെറ്റടക്കണം തൂമിച്ചോറ് കിട്ടിയാണ്ടല്ലോ. തൂമിച്ചോറ് കൊണ്ട് വരുമ്പോൾ തന്നെ മനസ്സിന് പിരാന്ത് പിടിച്ചു. അപ്പോൾ അതാക്കണേ നമ്മൾ ഉള്ളിക്കൂട്ടാനൊക്കെ റെഡി ആയിക്കണേ. പിന്നെ മുട്ട ഞാൻ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. ഉള്ളിക്കൂട്ടാനൊക്കെ റെഡിയായി വന്നപ്പോഴത്തേന് മക്കളെ മുട്ടയൊക്കെ ഓരോരുത്തരതൊക്കെ തിന്നുകാണ്ട് പൗതിയും കുഞ്ചൊക്കെ ബാക്കിയാക്കി. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഈ ഉള്ളിക്കൂട്ടാനൊക്കെ എത്താൻ നിങ്ങൾക്ക് ഇടുന്നത് വെച്ച്.
അതിൽ ആ ബാക്കിയില്ല അതൊക്കെ ഇട്ടാൽ മതിയായിരുന്നു. ബാക്കിയില്ല അതിൻ്റെ വെള്ളമൊക്കെ മക്കൾ തിന്നിക്കണം കേട്ടോ, ഓലതൊക്കെ തിന്നിക്കണ്. ഇഞ്ചിമെന്ന് പിന്നെ ജീനൊരു പൊട്ട് എടുത്തുകാണ്ട് അങ്ങനെ ഓനും തിന്നിക്കണം. അങ്ങനെയാണ് ഇഞ്ചിതൊരു മുറിയായത് കേട്ടോ. അങ്ങനെ എന്താട്ടി നമ്മൾ തീമൽ ജീരുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പം അങ്ങനെ പെറ്റെടുക്കണമെന്ന് പിരാന്താണ് ഈ തൂമിച്ചോറിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ. എന്താ മണം കേൾക്കുമ്പോഴല്ല കേട്ടോ, മണം കിട്ടുമ്പോൾ തന്നെ ഭയങ്കര ഒരു ദേഷ്യമോ മാണ്ടാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട്. അപ്പം പറയാൻ തൂമിച്ചോറ് എന്നാൽ പറ്റൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ തീറ്റിച്ചു കേട്ടോ. അപ്പോൾ പെറ്റെടുക്കുമ്പോൾ നമുക്ക് കണ്ണിൻ്റെ ഏറെ കണ്ടുകൂടേന് തൂമിച്ചോറ്. ഇപ്പം നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കിട്ടിയാൽ എത്ര വേണമെങ്കിലും തിന്നും. അന്ന് വെച്ചാൽ കുറേ എണ്ണയൊക്കെ പാരുമ്പോഴേ ഭയങ്കര എന്താണ്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും നെജ്ജൊക്കെ പറഞ്ഞ് കണ്ടാണ് ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ ഞാൻ ചപ്പാത്തി ഒന്നും എടുത്തില്ല, ഞാനിതാക്കണ് തൂമിച്ചോറും അതേമാതിരി കുറച്ച് ഉള്ളി കൂട്ടാനും കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചോറൊക്കെ തൂമിച്ചുമ്പോൾ എന്താണെന്നറിയാം, മറ്റേ നല്ലോണം വേവേറരുത്, വേവേറി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ പുതിയാപ്പിള കാക്ക ഇതാക്കണേ ചപ്പാത്തി എടുത്തപ്പം 2 തിന്ന് കണ്ടറിന് ഇച്ചും കുറച്ച് തൂമിച്ചോറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മൂപ്പരാക്കാൻ്റെ ഒരു ചപ്പാത്തി ഞാൻ അയക്കാൻ ഇട്ടിക്കണം കേട്ടോ. എന്നിട്ട് മൂപ്പരാക്കാക്കും തന്നെ കുറച്ച് തൂമിച്ചോറ് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ തൂമിച്ചോറ് തിന്നാൻ. അങ്ങനെ നമ്മളെ ചായ കൂടെയൊക്കെ കഴിഞ്ഞപ്പം പിന്നെ വേസ്റ്റ് എടുക്കാൻ വരും പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ പൈസയൊക്കെ നമ്മൾ തലേന്ന് കൊടുത്തേക്കണം, പിറ്റേന്നാണ് വരാറിന്. അപ്പോൾ അങ്ങനെ നമ്മൾ വേസ്റ്റൊക്കെ ഒരു ചാക്കിലാക്കിയിട്ട് കെട്ടി വെക്കണുണ്ട്. അപ്പോൾ മഴ നല്ലോണം പെജ്ജനുണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മളെന്താട്ടി അവിടെ തന്നെ വെച്ചിക്കാണ് കേട്ടോ. മഴ കൊള്ളാത്ത സ്ഥലത്ത് വെക്കണം എന്ന് പറഞ്ഞിനി ഓല്. കാരണം പിന്നെ മഴ കൊണ്ട് കഴിഞ്ഞൊക്കെ നനിയില്ലേ, കവറുകളൊക്കെ നനി. അപ്പോൾ ഞാൻ എന്താട്ടി മഴ കൊള്ളാത്ത സ്ഥലത്ത് വെച്ചിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഒക്കെ എടുത്ത് വെച്ചിക്കണം. അപ്പോൾ അങ്ങനെ പൈസയൊക്കെ കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇനി ഒരു വണ്ടി കൊണ്ട് വരും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇറക്കിയേക്കൂട്ടോ. അതിപ്പോൾ കാണുന്നോട് തന്നെ വെച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ട് നമ്മൾ എന്താട്ടി മിറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങിയിരിക്കണേ. അങ്ങനെ നമ്മൾ മിറ്റടിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം മഴ ഒന്നിങ്ങനെ ചോർന്നപ്പോൾ നമ്മൾ വേഗം മിറ്റടിച്ച് വരാൻ ഇറങ്ങിയതാണ്. തുള്ളി മുറിയാത്ത മഴ ഇനി കേട്ടോ. അങ്ങനെ നമ്മൾ മിറ്റടിച്ച് വരെയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ എന്താ ചോറ്റിന് വെള്ളം വെച്ചിക്കണം കേട്ടോ. അങ്ങനെ ഇനി ചോറ്റിൻ്റെ വെള്ളമൊക്കെ തിളച്ച് വരട്ടഞ്ഞിട്ട് നമുക്ക് അരിയിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജൊക്കെ നല്ലോണം കത്തിച്ചെടുത്തേക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കരുതി നമ്മളെ ഫ്രിഡ്ജൊക്കെ മൂറിയിട്ട് കുറേ ദിവസമായിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മൂറി എടുക്കണം എന്ന് കരുതി. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മളെ ഫ്രിഡ്ജൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഉരച്ച് കേക്ക് എടുത്തേക്കണം കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിക്കണം കേട്ടോ മൂറിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മൂറി എടുത്തേക്കണേ. അപ്പോൾ എല്ലാതും നമ്മൾ അതാത് സ്ഥലത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം മോറി ഇങ്ങനെ കണ്ടാൽ നല്ല രസമായിക്കാരം നമ്മളെ ഫ്രിഡ്ജ്, അല്ലെങ്കിലോ ആകെ നാശമായിക്കൊണ്ടിരിക്കാരം. അങ്ങനെ നമ്മളെ ഫ്രിഡ്ജൊക്കെ മോറി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ നമ്മളെ ചോറ്റിന് വെച്ച തണീനൊക്കെ ഉണ്ടല്ലോ ഇതായി വന്നിക്കണത്, നല്ല തിളച്ച് വന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അരിയിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ നമുക്ക് എന്താട്ടണം, ഒന്ന് നല്ലോണം കുറച്ച് വെള്ളമൊക്കെ ഊറ്റി മുക്കിയെടുക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ എന്താ തിളച്ച് കാണ്ട് ചിന്തും അടുപ്പൊക്കെ, പിന്നെ തിരിച്ച് കത്താൻ വല്ലാത്ത പണി ആയിക്കാരം. അങ്ങനെ നമ്മൾ ചോറ്റിന് അരിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുത്തുക്കണം കേട്ടോ. ഇനി അവിടെ കടന്ന് വേഗട്ടെ. അപ്പോൾ അതിന് ഇനി നമുക്ക് കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പം നമ്മൾ അതിനുള്ള പണി നോക്കാണ് കേട്ടോ. അപ്പോൾ ചകിരിയൊക്കെ വെച്ച് കൊടുത്തുക്കണം. ഇനി അങ്ങനെ കത്തിക്കോളും. അപ്പം കുറച്ച് കൈപ്പങ്ങി ഉണ്ട്, ഇനി കുറച്ച് വൈതലങ്ങി ഉണ്ട് കേട്ടോ. അപ്പോൾ കൈപ്പങ്ങ ഒറ്റയ്ക്ക് വെക്കാനിട്ടല്ലേനും, അതേമാതിരി വൈതലങ്ങി ഒറ്റയ്ക്ക് വെക്കാനില്ല. അപ്പം എന്നാൽ രണ്ടും പാടാണ് വെച്ചാൽ ഉണ്ടാവുമല്ലോ എഴുതിയിട്ട് നമ്മൾ വൈതലങ്ങിയും പിന്നെ നമ്മളെ കൈപ്പങ്ങയും പാടം അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കൈപ്പങ്ങ ചിലതൊക്കെ നാശമായിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഒരു ദിവസം ഇന്നലെ കുടിക്ക് പോയപ്പോൾ അന്ന് വെച്ചില്ലല്ലോ, അപ്പം അങ്ങനെ നാശമായതാണ്. അപ്പോൾ കേടുന്നതൊക്കെ നമ്മളെന്താട്ടി മാറ്റിയിട്ട് നല്ലത് നോക്കി എടുത്തേക്കാണ് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ വൈതലങ്ങിയും കൈപ്പങ്ങയൊക്കെ അരിഞ്ഞെടുത്തേക്കണേ. പിന്നെ അങ്ങപ്പോത്തിന് നമ്മൾ അരിഞ്ഞപ്പോത്തിന് ഇതാക്കണേ, നമ്മൾ ചോറ് വെന്തിക്കണം കേട്ടോ. നമ്മൾ റേഷൻ പീടികത്തെ അരിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേകുമല്ലോ. അങ്ങനെ നമ്മൾ ചോറൊക്കെ ഊറ്റിയെടുക്കണുണ്ട്. അപ്പം നമ്മൾ ചോറ് ഊറ്റിയിടാല ചെമ്പട്ടി ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ചോറ് അങ്ങനെ ഊറ്റും ചെയ്യാം. പിന്നെ ചെമ്പട്ടി മാറ്റിയിട്ട് നമുക്ക് നമ്മളെ ഉപ്പേരി അടുപ്പത്ത് തന്നെ വെക്കാം കേട്ടോ. അങ്ങനെ ഞാനിന്ന് എന്നും തൂമിച്ച് കാണ്ടാട്ടോ ഞാൻ വെക്കൽ. ഇന്നിപ്പോൾ ഞാൻ തൂമിച്ചാനൊന്നും നിൽക്കണില്ല. ഇതിങ്ങനെ തന്നെ ഉപ്പും മുളകും ഇട്ട് കാണ്ടാണ്ട് ഞാനിങ്ങനെ ആവി തന്നെ വേവിച്ചെടുക്കണ്ട. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് തൂമിച്ചാന്നാട്ടോ ഞാൻ കരുതിയിരിക്കണത്. അപ്പോൾ എന്നും ഉണ്ടല്ലോ അപ്പോൾ തൂമിച്ച് വെക്കണത്. ഇന്നിപ്പോൾ അങ്ങനെ നിൽക്കട്ടെ വിചാരിച്ചു കേട്ടോ.
അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്ത് അങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊന്നും പാരുന്നില്ല കേട്ടോ അതിക്ക്, അങ്ങനെ തന്നെ വെന്തോളും. അങ്ങനെ നമ്മൾ ചോറൊക്കെ ഊറ്റി കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് ചാറ് വെക്കുന്നത് മുരിങ്ങൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിക്കണം മുരിങ്ങ താളിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അയലൊക്കത്ത് പോയി 2 ഇല്ലി മുരിങ്ങയൊക്കെ ഒടിച്ചു കൊടുക്കണം. അപ്പോൾ തന്നെ നമ്മളെ ഉപ്പേരിയൊക്കെ ഉണ്ടല്ലോ അത് വെന്തിക്കണം കേട്ടോ. ഇനി നമുക്കത് മാങ്ങി വെക്കാം. എന്നിട്ട് പിന്നെ ആ അടുപ്പത്ത് നമ്മളെ ചോറ്റിൻ്റെ ചെമ്പട്ടി ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ വെള്ളം ഒന്ന് ഉണ്ടിച്ചെങ്കിൽ ഒന്ന് വറ്റിയെന്നുള്ളൂ. അപ്പോൾ കണലൊക്കെ ഒന്ന് നീക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചോറ്റിൻ്റെ വെള്ളം ഒന്ന് വറ്റണം, അല്ലെങ്കിൽ ചിലപ്പം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് നാശമായാലോ ചോറ്. അങ്ങനെ നമ്മൾ വെള്ളം വറ്റിച്ചാൻ വെച്ചിക്കണം. പിന്നെ നമ്മൾ മുരിങ്ങ ഒന്ന് ഊരിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങമേലൊക്കെ വല്ല ജന്തുക്കളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം മുരിങ്ങ ഊരാനും. അല്ലെങ്കിൽ താളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചോറ്റിട്ട് കുഴച്ച് തിന്നാൻ പറ്റില്ല, എന്തെങ്കിലും ജന്തുക്കളുണ്ടെങ്കിലോ. അപ്പോൾ നല്ലോണം നോക്കിയിട്ടൊക്കെ നമ്മൾ മുരിങ്ങയൊക്കെ ഊരിക്കണം. പിന്നെ ചട്ടിയൊക്കെ ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പറന്നിട്ട് നമ്മൾ ജീരുള്ളി അതേമാതിരി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി അതൊന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. അങ്ങനെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ കഞ്ഞിൻ്റെ വെള്ളത്തിൻ്റെ അടിയാണ് കേട്ടോ നമ്മൾ എടുക്കുക. അതിൻ്റെ മേലോടുണ്ടല്ലോ പാർന്ന് വെച്ചാൽ ഇത് ഊറി നിൽക്കുമല്ലോ, അത് പാരും കേട്ടോ. കുറച്ച് കട്ടി ഉണ്ടാകണമല്ലോ, അല്ലെങ്കിൽ വെറും പച്ചവെള്ളം പോലെ ഈ കാരം താളിച്ചാൽ. അപ്പോൾ അതിൻ്റെ മേലോടാണ്ട് ഊറ്റിയിട്ട് അടിയാണ് ഞാൻ എടുത്തുക്കണത്. അങ്ങനെ ഞാൻ എന്താട്ടി നമ്മൾ ആ മുരിങ്ങ ഇതാക്കിയില്ലേ, ഇന്നാണ് ഞാനൊരു തുള്ളി കൈപ്പങ്ങയ്ക്കും എടുത്തുക്കണം കേട്ടോ. നമ്മൾ മുരിങ്ങ താളിച്ചാൽ ജീരുള്ളി വെളുത്തുള്ളി നേരത്തെ പതിനൊന്നുള്ളേക്ക് നമ്മൾ ഉപ്പേരിയൊക്കെ കൊണ്ട് മുക്കിക്കണം. എന്നിട്ട് അത് നമ്മൾ ഇളക്കി കൊടുത്തുക്കണം കേട്ടോ. പിന്നെ നമ്മളെ മുരിങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അവിടെ മൂടിയൊക്കെ കേട്ടോ. അപ്പം കുറേ നേരം കയ്യിലിട്ട് കണ്ടെന്ന് ഇളക്കണ്ട. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ കൂട്ടാനൊന്നും ഇല്ലായിരുന്നു നിന്നപ്പോഴാണ് നമ്മളെ പുതിയ ആപ്പിളക്കാക്ക ഇതാക്കണം കുറച്ച് കോഴി കൊടുന്നിക്കണ്. അപ്പോൾ ഞാൻ ആ കൊടുന്നത് കുറച്ച് വലിയ കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പം ഇങ്ങനെ വെട്ടിക്കൊടുന്നാൽ തന്നെ ഒരു 2-ാം പണി പിന്നെ ഞാൻ എടുക്കണം, കാരണം വലിയ കഷ്ണങ്ങൾ ഇക്കാരം. അപ്പോൾ അതൊന്ന് ചെറുതാക്കി എടുക്കണം. ചെറിയതൊന്നും വെട്ടൂല, പിന്നെ വലിയതൊക്കെ ഞാനൊന്ന് മുറിച്ചെടുക്കും. അപ്പോൾ 2 ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഒരു പാത്രത്തിൽ ഇന്ന് എടുക്കാം, ഒരു പാത്രത്തിൽ നാളെ എടുക്കാതിരിക്കാണ്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ ചെറിയ പാത്രത്തിലാണ് എടുത്ത് വെച്ചിരിക്കണം. അപ്പോൾ കുറച്ച് തോന എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. അത് രാവിലെ നമുക്ക് പിറ്റേന്ന് രാവിലെ ചായക്കടിക്ക് ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറേ എടുത്ത് വെച്ചാണ്. പിന്നെ നമ്മൾ ചട്ടി ചൂടാക്കിയിരിക്കണം കേട്ടോ. കോഴിയൊക്കെ കേകി ഊറ്റി വെച്ചിരിക്കണം. അതിക്ക് പിന്നെ ഞാൻ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ജീരുള്ളിയും ഒക്കെ ചതച്ചത് ഇട്ട് കൊടുത്തിക്കണേ. അത് വാടി വന്നിട്ട് പിന്നെ ഞാനുണ്ടല്ലോ നമ്മളെ ഉണക്കമുളക് ഉണ്ടല്ലോ അത് കജ്ജേറ്റ് ഒന്ന് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പം നാൾ പൊടിച്ച മുളക് ഉണ്ടല്ലോ അതിന് ഞാൻ ഒരു തുള്ളി ഞാൻ എടുത്ത് വെച്ചിന് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വല്ലുള്ളിയും തക്കാളിയും ഒന്നും വാട്ടാതെയാണ് കേട്ടോ കോഴിച്ചാറ് വെക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട് ഇനി കേട്ടോ. ചാറാക്കിയിട്ടൊന്നല്ല, പറ്റ വറ്റിക്കാണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ എന്താട്ടി മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ കുറച്ച് വെള്ളം പാർന്ന് കൊടുത്തിന് കേട്ടോ. ആ മിക്സി കയ്യെന്നെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഞാനിതാക്കണേ നമ്മളെ കോഴി ഇട്ട് കൊടുത്തിക്കാണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിക്ക് വെള്ളമൊന്നും പാരണ്ട, ഇതിങ്ങനെ തന്നെ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു തുള്ളി വെള്ളം ഞാൻ നമ്മളെ മിക്സി കഴുകിക്കാണ്ട് പാർന്ന് കൊടുത്തിനിയല്ലോ. അപ്പോൾ അങ്ങനെ കോഴി അവിടെ കിടന്ന് വേകട്ടെ. ഇനി നമുക്ക് നമ്മളെ വീതനൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കണ്ട നമ്മളെ കോഴിയിലൊക്കെ വെള്ളം ഇതായി വന്നിക്കണം കേട്ടോ. അപ്പോൾ കോഴി തന്നെ വെള്ളം ഉണ്ടാവില്ല, നല്ല അടിപൊളിയായിന് കേട്ടോ. നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി വെക്കണതിൻ്റെ അതിലേറെ രസം ഉണ്ടായിന് കേട്ടോ ഈ കോഴി. അപ്പോൾ അങ്ങനെ ഞാൻ ഇതാക്കണേ നല്ലോണം ഇളക്കി ഇതാക്കിയിട്ട് കോഴിക്കറിയൊക്കെ റെഡിയായി. അപ്പം ഇനി നമ്മൾ ചോറ് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ ചോറും നല്ല മുരിങ്ങ താളിപ്പും വൈതലങ്ങയും കൈപ്പങ്ങയും ഉപ്പേരിയും ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് അച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നാളെ വരാം ഇൻഷാ അല്ലാഹ്.